ശ്രീ എം ആർ ഗോപൻ, ഇത്തരത്തിൽ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. പ്രത്യേകിച്ചും തലസ്ഥാന നഗരത്ത് ഇത്തരത്തിൽ വെള്ളക്കെട്ട് മൂലം വളരെയധികം കനത്ത ദുരന്തമാണ് അനുഭവിക്കുന്നത്. അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ജനം TV സംഘം അത് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ തന്നെയും കൃത്യമായ രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കാത്തൊരു സാഹചര്യം, അതിന് നേരെ ഒരു ആക്രമണം തന്നെ ഉണ്ടാവുക. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരിടത്തും നടക്കാത്ത ഒരു കാര്യമാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്. ഇങ്ങനെയാണോ നഗരസഭ അല്ലെങ്കിൽ പ്രവർത്തനം നടത്തേണ്ടത്? അതിലേറെ പ്രധാനപ്പെട്ട കാര്യം, നഗരസഭ ഇതിനെ നിരീക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ പോലും സ്വന്തം കാര്യം നോക്കി വിദേശ യാത്രയ്ക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ഒരു ജീവിതം ഇനി എന്താകും എന്നുള്ളൊരു ചോദ്യമല്ലേ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും വാസ്തവത്തില് തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ 3.5 വർഷക്കാലമായി കൗൺസിൽ യോഗത്തിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ 34 കൗൺസിലർമാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, ഇന്ന് വഞ്ചൂർ ബാബു ആ തെരുവിൽ കാണിച്ച അതേ നാണയത്തിന്റെ മറ്റൊരു വശമായിട്ട് കൗൺസിൽ യോഗത്തില് ഇത്തരം പ്രവർത്തികൾ അവിടെയും കാണിക്കുന്ന ആളുകളാണ് ഈ ഭരണകൂടം. അതുകൊണ്ട് തന്നെയാണ് ഈ നഗരത്തിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധിയുടെ മുന്നൊരുക്കം എന്ന നിലയ്ക്ക് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുള്ള ഒരു ഭരണകൂടം, പ്രാദേശിക ഗവൺമെന്റ് എന്നറിയപ്പെടുന്ന ഒരു ഭരണകൂടമാണ് നഗരസഭാ ഭരണകൂടം. ആ ഭരണകൂടം ഇതിനൊരു ചെറുവിരൽ അനക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ വഞ്ചൂർ ഭാഗത്ത് എന്നുള്ളത് മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലും മാനത്ത് മഴ കറത്താൽ വെള്ളക്കെട്ട് കൊണ്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥ, ആളുകളുടെ വീടിലേക്ക് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഇരച്ചു കയറുന്ന അവസ്ഥ. അതുപോലെ ഇന്ന് വഞ്ചൂർ ബാബു കാണിച്ചതുപോലുള്ള ഗുണ്ടായിസം വനിതാ മാധ്യമ പ്രവർത്തകരോട് പോലും കാണിക്കണമെങ്കിൽ ഇവരെത്ര അഴിഞ്ഞാട്ടമാണ് ഈ കാര്യങ്ങൾ പ്രതികരിക്കുന്ന മാധ്യമങ്ങൾക്ക് നേരെ, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കുന്ന പൊതുപ്രവർത്തകർക്ക് നേരെ, ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കുന്ന കൗൺസിൽ യോഗത്തിലെ ഇവരുടെ ഗുണ്ടായിസം. അങ്ങനെ ഏതുകൊണ്ടും ഈ നഗരസഭയുടെ ഭരണകൂടം ജനങ്ങൾ അധികാരത്തിലേറ്റിയ ഒരു ഭരണകൂടത്തിന്റെ സമ്പൂർണമായിട്ടുള്ള പരാജയത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം. വളരെ വളരെ ഇപ്പോ കാണുന്ന ഈ അവസ്ഥയെക്കാളൊക്കെ ഉപരി, ഇപ്പോ കമലേശ്വരം ഭാഗത്ത് അമ്പലത്തറ, കല്ലടിമുഖം, അതുപോലെ തന്നെ പട്ടം, അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇന്ന് മഴക്കെടുതി കൊണ്ട് അനുഭവിക്കുന്ന ദുരിതം, കിഴക്കേക്കോട്ട, തമ്പാനൂർ, SS കോവിൽ റോഡ്, ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ഇന്ന് വെള്ളത്തിന് പോകാൻ ഇടമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇവര് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ട് ജീവനക്കാരെ എടുത്തുകൊണ്ട് 1 ലക്ഷം രൂപ കൊണ്ട് പണി പൂർത്തിയാക്കണം, ഓട ക്ലീൻ ചെയ്യണം. ഒരു വാർഡിനെ സംബന്ധിച്ച് 12,000 ജനസംഖ്യാനുപാതികമുള്ള വാർഡ്, ഏകദേശം 4 കിലോമീറ്റർ 6 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ വാർഡിനകത്ത് 1 ലക്ഷം രൂപയുടെ ഓട ക്ലീൻ ചെയ്യാനോ അതുപോലെ തന്നെ അത്തരം പ്രവർത്തികൾ ചെയ്തെടുക്കാനോ സാധിക്കില്ല. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ, ശാലിനിയെ പോലുള്ള മാതൃകാപരമായി മാന്യമായും മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആ കുട്ടിയെ പോലും ഉപദ്രവിക്കുന്ന നിലയിലേക്ക് ആ ദൃശ്യം കാണുന്ന ഏതൊരു വ്യക്തിക്കും ഇന്ന് കേരളത്തിൽ മനസ്സിലാവും. പത്രമാധ്യമത്തിന്റെ സ്വാതന്ത്ര്യം, പത്രത്തിന് നേരെയുള്ള കൈകടത്തൽ, ദൃശ്യമാധ്യമത്തിന് നേരെയുള്ള കൈകടത്തൽ. ഇയാൾക്ക് വഞ്ചൂർ എന്ന് പറയുന്ന പ്രദേശം വഞ്ചൂർ ബാബുവിന് തീരെഴുതി കൊടുത്തിരിക്കുകയാണോ? അവിടെ ദൃശ്യം പകർത്താൻ ചെന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുക, അവരെ ചീത്ത പറയുക, അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുക, അവരെ ഇന്നലെ വരെ കേൾക്കാത്ത ഒരു പെൺകുട്ടിയോട് ഒരു പൊതുപ്രവർത്തകൻ പറയാൻ പാടില്ലാത്ത വളരെ മ്ലേച്ഛമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വഞ്ചൂർ ബാബു ഇന്ന് ആ തെരുവിൽ കാണിച്ചിട്ടുള്ള ഗുണ്ടായിസം. ഈ ഗുണ്ടായിസത്തെയൊക്കെ നമുക്ക് വച്ചുപൊറിപ്പിക്കാൻ സാധിക്കില്ല. നഗരവാസികൾ വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള ഗുണ്ടായിസത്തെ തൂത്തെറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരാൻ പോകുന്ന ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകർക്കുണ്ടായിട്ടുള്ള ദുരനുഭവം, ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയതായിട്ടുള്ള ദുരിതം, ഇതിനൊക്കെ തന്നെ വരാൻ പോകുന്ന കൗൺസിൽ യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ട്, നഗരസഭയുടെ പ്രതിപക്ഷ ലീഡർ എന്ന നിലയ്ക്ക് ഞാൻ ഉറപ്പു പറയുന്നു, കൗൺസിൽ യോഗത്തിൽ ശക്തമായി ഈ കാര്യത്തെ സംബന്ധിച്ച് ഉന്നയിക്കും, അതിനെതിരെ പ്രതികരിക്കും. ഇതിന് ഒരു അറുതി വരുന്നവരെ ഇതിനെതിരെ പോരാടും. വരാൻ പോകുന്ന 25-ാം തീയതി കോർപ്പറേഷനിലേക്ക് ഇത്തരം ജനങ്ങളുടെ ദുരിതങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനകീയമായിട്ടുള്ള പ്രതിഷേധങ്ങൾ 25-ാം തീയതി ഒരു തുടക്കമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം ഞങ്ങൾ തുടരും.